ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് ആ ഒരു മോതിരം കൊടുക്കുന്ന സമയത്ത് അവളത് വാങ്ങിക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, ഈ ഒരു മോതിരം ഞാൻ വാങ്ങിച്ച ജാനകി അമ്മയോട് ഞാൻ ചെയ്യുന്ന തെറ്റായിട്ട് മാറും. കാരണം അവരെന്നെ അംഗീകരിക്കില്ല. അവരംഗീകരിക്കുന്ന സമയത്ത് സാർ എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കാം. അങ്ങനെ വല്ലാത്തൊരു സങ്കടത്തോടെയാണ് സിദ്ധാർത്ഥ് ആ മോതിരമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് പിന്നീന്ന് ജാനകി വിളിക്കുകയാണ്, സിദ്ധു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കുകയാണ്. എന്താ അമ്മ ഈ സമയത്ത് എന്താ ചന്ദ്രികയുടെ വീട്ടിൽ പോയിട്ട് വരുന്നത്? ആ ചോദ്യം കേട്ടപ്പോൾ സിദ്ധാർത്ഥ് കുറച്ചൊരു നീരസത്തോടെയാണ് ഉണ്ടായിരുന്നത്. അവൻ പറയുന്നുണ്ട്, ഏയ് അതൊന്നുമില്ല അമ്മ, വെറുതെ പോയിട്ട് വന്നതാ. അപ്പോൾ ജാനകി നല്ല ദേഷ്യത്തിലാണ് ഉള്ളത്. ഇങ്ങോട്ട് നോക്ക് സിദ്ധു, നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ? അന്നെന്താ ചെയ്തത്? ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവൾക്ക് പൊട്ടുതൊട്ട് എന്നിട്ട് പൂ വെച്ചു കൊടുത്തു. അതൊക്കെ അമ്മ കണ്ടു എന്നുള്ളത് സിദ്ധാർത്ഥിന് പുതിയൊരു അറിവായിരുന്നു. അവനിങ്ങനെ ഷോക്കായിട്ട് ജാനകിയെ നോക്കുകയാണ്. ആ സമയത്ത് ജാനകി ദേഷ്യത്തോടെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നടുരാത്രിയായപ്പോൾ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോയിരിക്കുന്നോ? അമ്മയുടെ സംസാരം കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ജാനകി ബാക്കി കൂടെ പറയുന്നുണ്ട്, ഭർത്താവില്ലാത്തൊരു സ്ത്രീ കുട്ടിയുമായിട്ട് തനിച്ച് താമസിക്കുക, അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിൽ ഈ സമയത്ത് നീ പോയത് ശരിയാണോ? അങ്ങനെയുള്ളൊരു പെണ്ണിനെ പോയിട്ട് ഈ സമയത്ത് നീ കാണാൻ പോയി കഴിഞ്ഞാൽ അത് കാണുന്ന മറ്റുള്ളവരെന്താ വിചാരിക്കുക? അമ്മ അത്രയും പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഒന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ ജാനകി ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് സിദ്ധു, ചന്ദ്രികയെ നീ മറന്നേക്ക്, അതാണ് നിനക്കും അവക്കും നല്ലത്. അവസാനം സിദ്ധാർത്ഥ അമ്മയോട് മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ചന്ദ്രികയെ ഞാൻ മറക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ഞാൻ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ജാനകി തൻ്റെ മകനെ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അത്രയേറെ സിദ്ധാർത്ഥിൻ്റെ ഹൃദയത്തിൽ ചന്ദ്രിക ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ചന്ദ്രികയെ ഞാൻ മറക്കണമെങ്കിൽ ആദ്യം ഞാൻ ജീവനോടെ ഇല്ലാതാവണം. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം ചന്ദ്രിക എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അമ്മയ്ക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ മുന്നറിയിപ്പ് എന്ന പോലെ പറഞ്ഞു കൊടുത്തിട്ടാണ് സിദ്ധാർത്ഥ് അവിടുന്ന് പോകുന്നത്. അത് കേട്ടതും ജാനകിക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് നേരെ അവൻ്റെ മുറിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ മോതിരം അവിടെ വെച്ചിട്ട് അവന് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക നിരസിച്ചതും അതുപോലെ തന്നെ അമ്മ വന്ന് കുറേയേറെ ശകാരം പറഞ്ഞതും ഒക്കെ അവനെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ചന്ദ്രികയും മലരും കൂടെ നേരെ ക്ഷേത്രത്തിലേക്കാണ് വന്നത്. ക്ഷേത്രത്തിനകത്തെത്തിയ സമയത്ത് മലരി ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, അമ്മ, നമ്മൾ രണ്ടുപേരും തനിച്ച് എവിടെയും പോകാൻ പാടില്ല എന്ന് മഹേന്ദ്ര മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ചന്ദ്രിക അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ മലര് വീണ്ടും ചോദിക്കുന്നുണ്ട്, നമുക്ക് സിദ്ധുവിനെങ്കിലും കൂട്ടിയിട്ട് വരായിരുന്നു. ആ മഹേഷ് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ അമ്മ പിന്നെ ചെയ്യുക? മകള് പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് ചന്ദ്രികയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, എന്തായാലും മഹേഷ് വരുമ്പോൾ നമുക്ക് നോക്കാം, തൽക്കാലം നീ വാ. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത്. കാരണം പിറന്നാൾ ദിവസമാണ്. ചന്ദ്രിക വളരെയധികം സുന്ദരിയായിട്ടാണ് ഉണ്ടായിരുന്നത്. മുല്ലപ്പൂവൊക്കെ ചൂടി അതുപോലെ മലറിനെയും കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൂജാരിയുടെ അടുത്തെത്തിയ സമയത്ത് അദ്ദേഹത്തിന് താലം കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആരുടെ പേരിലാണ് അർച്ചന എന്ന്. അപ്പോൾ ചന്ദ്രിക പറയുകയാണ്, സ്വാമിയുടെ പേരിൽ തന്നെ നടത്തിക്കൊള്ളുന്നു. ശരി, അദ്ദേഹം പറഞ്ഞ സമയത്ത് മലരിടയിൽ കയറി പറയാണ്, അല്ലല്ല, ഇന്ന് അമ്മയുടെ പേരിൽ അർച്ചന നടത്തിയാൽ മതി. ഇന്ന് അമ്മയുടെ ജന്മദിനാണ്. അത് കേട്ട സമയത്ത് പൂജാരി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ആഹാ അങ്ങനെയാണോ, എന്നാൽ എല്ലാവിധ വാഴ്ത്തുക്കളും ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ് ചന്ദ്രികയെ വിഷ് ചെയ്യാണ്. അതിനുശേഷം അവളോട് പറയുന്നുണ്ട്, സ്വാമിയുടെയും മോളുടെയും പേരിലടക്കം അർച്ചന നടത്താം. ചന്ദ്രിക അത് സമ്മതിക്കുകയാണ്. അദ്ദേഹം താലവുമായിട്ട് പൂജയ്ക്ക് വേണ്ടി പോയ സമയത്ത് ചന്ദ്രികയും മലരും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് താലം ചന്ദ്രികയെ ഏൽപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും പ്രസാദം വാങ്ങിച്ചതിന് ശേഷം ചന്ദ്രിക രണ്ടുപേരുടെയും നെറ്റിയിൽ ചന്ദനം തൊടുകയാണ്. അപ്പോൾ മലരും അമ്മയ്ക്ക് നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രികയോട് പറയുന്നുണ്ട്, അമ്മ, ഞാൻ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരട്ടെ? ശരി, എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റാണ് നീ തരുന്നത് എന്ന് ചോദിച്ച സമയത്ത് ചന്ദ്രികയോട് താഴോട്ടേക്ക് വരാൻ പറയാണ്. എന്നിട്ട് അവളുടെ രണ്ട് കവിളിലും ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് മലരിനോട് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ ഇതാണോ നിൻ്റെ പിറന്നനാൾ ഗിഫ്റ്റ്? അതെ, ഇനി എനിക്ക് താ എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രിക മകൾക്കും അതുപോലെ തന്നെ കിസ് കൊടുക്കുകയാണ്. രണ്ടുപേരും ഒത്തിരി സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ക്ഷേത്രം ചുറ്റി വലം വെച്ച് വരികയാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും ശേഷം ക്ഷേത്രത്തിന് വലം വെച്ച് വന്ന് അങ്ങനെ തൊഴുതതിന് ശേഷം ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് മേഘയും പ്രിയയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചന്ദ്രിക ആദ്യം മേഘയാണ് കാണുന്നത്. മേഘ കുറച്ച് ദേഷ്യത്തോടെയാണ് ചന്ദ്രികയെ നോക്കിയത്. പക്ഷേ ചന്ദ്രിക നോക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ അവൾ ഫേസ് മാറ്റി പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് വന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, ജന്മദിനാശംസകൾ മേഘ. താങ്ക്സ് ചന്ദ്രിക, നിനക്കും ആശംസകൾ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് പരസ്പരം അവർ രണ്ടുപേരും കൈ കൊടുക്കുകയാണ്. അതായത് അവരുടെ രണ്ടുപേരുടെയും ജന്മദിനം ഒരേ ദിവസം തന്നെയാണല്ലോ. അതിനുശേഷം മേഘ മോളോട് പറയാണ്, പ്രിയ, മലരിനെയും കൂട്ടിയിട്ട് രണ്ടുപേരും പോയിട്ട് കളിക്ക്, ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം സംസാരിക്കട്ടെ. ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് പ്രിയ മലരിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്.
അതിനുശേഷം മനസ്സ് നിറഞ്ഞ ചിരിയോടെ മേഘ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ചന്ദ്രിക. ഈ ജന്മദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായി മാറിയിരിക്കുകയാണ്. ചന്ദ്രിക പുഞ്ചിരിക്കുകയാണെങ്കിൽ അവൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ മേഘ വീണ്ടും പറയുന്നുണ്ട്, അതുപോലെ തന്നെ നിനക്കും ഇത് മറക്കാൻ പറ്റാത്തൊരു ജന്മദിന ദിവസം തന്നെ ആയിരിക്കും. ചന്ദ്രിക അപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. അവളിങ്ങനെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ മേഘ വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രിക ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അപ്പോൾ ചന്ദ്രിക സ്നേഹത്തോട് ചോദിക്കുകയാണ്, എന്താ മേഘ ഇത്, നീ എന്താ ചെറിയ കുട്ടിയെ പോലെ പറയുന്നത്? അപ്പോൾ മേഘ വളരെ സന്തോഷത്തോടെ പറയാണ്, ജന്മദിന ദിവസം നമ്മുടെ മനസ്സിന് അത്രയേറെ ഇഷ്ടപ്പെട്ട ഒരാളെ കെട്ടിപ്പിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് മേഘ തന്നെ വേഗം വന്നിട്ട് ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്. ചന്ദ്രികയും മനസ്സ് നിറഞ്ഞ് തന്നെ മേഘയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുന്ന സമയത്തും മേഘ ചിന്തിക്കുന്നുണ്ട്, ഇന്ന് നീയാണ് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും അടുത്ത അനന്തരാവകാശി അല്ലെങ്കിൽ മകൾ എന്നുള്ള സത്യം അവർ നിന്നോട് പറയാൻ വേണ്ടി പോവാണ്. പക്ഷെ നിന്നെയും അവരെയും ഒരു കാലത്തും ഞാൻ ഒന്നു ചേരാൻ വേണ്ടി അനുവദിക്കില്ല ചന്ദ്രികയെ. അത് ഞാൻ ജീവനോടുള്ള കാലം വരെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് മേഘ കെട്ടിപ്പിടിക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ നിഷ്കളങ്കായിട്ടാണ് ചന്ദ്രിക അവളെ കെട്ടിപ്പിടിക്കുന്നത്. പക്ഷേ കെട്ടിപ്പിടിച്ചിട്ട് തിരിച്ചു വന്ന സമയത്ത് മേഘയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇതെന്താ മേഘ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണ് തുടച്ചുകൊണ്ട് മേഘ പറയുന്നുണ്ട്, ഏയ് അതൊന്നുമില്ല ചന്ദ്രികേ. ഏയ് അതൊന്നുമല്ല. മേഘ എന്തോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്നൊന്ന് പറയേ, നീ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ സങ്കടത്തോടെ തന്നെ മേഘ പറയുന്നുണ്ട്, ഏയ് അതൊന്നുമില്ല ചന്ദ്രികേ. ഇന്നത്തെ ദിവസം ഞാൻ വല്ലാതെ ഇമോഷണലായിരിക്കുകയാണ്. അതെങ്ങനെ നിൻ്റെ അടുത്ത് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചന്ദ്രിക ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. മേഘ എന്താണ് പറയാൻ വരുന്നതെന്ന് പോലും ചന്ദ്രികയ്ക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തോ ഒരു സീരിയസ് ആയ കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ മേഘ പറഞ്ഞു തുടങ്ങുകയാണ്, നമ്മൾ രണ്ടുപേരും ജനിച്ചത് ഒരേ ദിവസത്തിലാണ്. പക്ഷേ ഞാനാണെങ്കിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി പണക്കാരനായ ഒരു അച്ഛൻ്റെ മകളായിട്ടാണ് വളർന്നത്. പക്ഷെ നീയാണെങ്കിലോ വല്ലാത്ത കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമാണ് വളർന്നത്. ചന്ദ്രികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവളിങ്ങനെ മേഘയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് നിൻ്റെ കഷ്ടപ്പാടൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. എന്നിട്ടും മേഘ എന്താണ് ഉദ്ദേശിക്കുന്നത് പോലും ചന്ദ്രികയ്ക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അവൾ മേഘയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മേഘ പറയുന്നുണ്ട്, ഈ വിഷയത്തെ ഞാൻ നിന്നോട് പറയാൻ പാടില്ല. മഹേന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയുമാണ് പറയേണ്ടത്. പക്ഷേ അവരിത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ്, എന്താണോ മേഘ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാതെ. മേഘ വീണ്ടും ഇമോഷണൽ ആയിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്താ മേഘ വിഷയം? അപ്പോൾ മേഘ പറയാണ്, ഞാനിത് നിന്നോട് പറഞ്ഞു എന്ന് കരുതി നീ മഹേന്ദ്രൻ അച്ഛൻ്റെ അടുത്തും ലക്ഷ്മി അമ്മയെയൊന്നും മോശമായി തെറ്റിദ്ധരിച്ച് കാണരുത്. അപ്പോൾ ചന്ദ്രിക കൂളായിട്ട് പറയാണ്, എന്താ മേഘ ഇത്, അവരെ പോയി ഞാൻ തെറ്റിദ്ധരിക്കാനോ? അവർ രണ്ടുപേരും എനിക്ക് ദൈവത്തെ പോലെയാണ്. എൻ്റെ ജീവനേക്കാളേറെ ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ മേഘ വല്ലാതെ സങ്കടം പോലെ അഭിനയിച്ചിട്ട് പറയാണ്, നീ അങ്ങനെയാണ് വിചാരിക്കുന്നത്, പക്ഷേ അവർ നിന്നെ അങ്ങനെ കാണുന്നില്ല ചന്ദ്രികയെ. ചന്ദ്രികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവളിങ്ങനെ മേഘയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്താ മേഘ ഇത്, അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവരെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ മേഘ. അവരുടെ സ്നേഹവും അവരുടെ ഇഷ്ടമൊക്കെ കറകളഞ്ഞ ശുദ്ധമായ വെള്ളം പോലെയാണ്. ദയവ് ചെയ്ത് അവരെക്കുറിച്ച് മാത്രം ഇങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നീ അവരുടെ മേൽ ഇത്രയേറെ വിശ്വാസവും സ്നേഹവും വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് തീർച്ചയായിട്ടും നിന്നോട് പറയേണ്ട ഒരു അവസ്ഥ വന്നത്. നീ കരുതുന്നത് പോലെ മഹേന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയും നിൻ്റെ മേലെ നീ വിചാരിക്കുന്നത് പോലെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമോ നിന്നോടുള്ളൊരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സ്നേഹവും അവർക്ക് നിന്നോടില്ല. ചന്ദ്രിക ആകെ സംശയത്തിലായിട്ട് ഒന്നും മനസ്സിലാവാതെ മേഘയെ നോക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, അങ്ങനെ നീ വിചാരിക്കുന്നത് പോലെ അവരുടേത് ആത്മാർത്ഥമായൊരു സ്നേഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ ഈ കാര്യം നിന്നോട് പറഞ്ഞേനെ. അവർ പറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ സ്റ്റാറ്റസാണ്. അവരെ കൊണ്ട് അവരുടെ ആ ഒരു സ്റ്റാറ്റസ് വിട്ടിട്ട് താഴേക്ക് നിനക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരാൻ സാധിക്കില്ല. ചന്ദ്രിക ആകെ ടെൻഷനായിട്ട് മേഘയോട് പറയുന്നുണ്ട്, മേഘ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല മേഘ. അപ്പം മേഘ പറഞ്ഞു കൊടുക്കുകയാണ്, ശരി ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. നിൻ്റെ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും മരിച്ചുപോയി എന്നല്ലേ നീ വിശ്വസിക്കുന്നത്? ചന്ദ്രിക സങ്കടത്തോടെ തലതാഴ്ത്തി നിന്ന സമയത്ത് മേഘ പറയുന്നുണ്ട്, മരിച്ചുപോയ അവർ രണ്ടുപേരും നിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അല്ല. അത് കേട്ടത് ചന്ദ്രിക ഷോക്കായിട്ട് മേഘയെ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചന്ദ്രിക പറയുന്നുണ്ട്, എന്താ മേഘ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നേ? എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചു പോയതാണ്. അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ഞാനല്ലേ ചെയ്തത്. അപ്പോൾ മേഘ സീരിയസ് ആയിട്ട് പറയാണ്, അവർ രണ്ടുപേരും നിന്നെ പ്രസവിച്ച നിൻ്റെ അച്ഛനോ അമ്മയോ ഒന്നുമല്ല.
അവർ നിന്നെ വളർത്തിയവർ മാത്രമാണ്, നിന്നെ പോറ്റിയവർ മാത്രം. ചന്ദ്രികയ്ക്ക് കേട്ടത് വിശ്വസിക്കാനേ ആവുന്നുണ്ടായിരുന്നില്ല. അവൾ മേഘയോട് ദേഷ്യത്തോടെ പറയാണ്, എന്താ മേഘ ഇത്? എന്തൊക്കെയോ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുന്നു. എൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചിട്ട് നിനക്കെന്താ അറിയുക? അപ്പോൾ മേഘ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം ചന്ദ്രികയെ. ആ സത്യങ്ങളൊക്കെ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ചന്ദ്രിക ആകെ കൺഫ്യൂഷനായിട്ട് വീണ്ടും മേഘയോട് യാചിക്കുകയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മേഘ. മരിച്ചുപോയ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയല്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ വെപ്രാളവും ടെൻഷനൊക്കെ ആവുകയാണ്. മേഘ വീണ്ടും സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, അല്ല ചന്ദ്രിക, ഞാൻ വളരെ ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നത്. നിൻ്റെ അച്ഛനും അമ്മയും ഇനിയും മരിച്ചിട്ടില്ല. അത് ചന്ദ്രികയ്ക്ക് ഒരു പുതിയ അറിവായിരുന്നു. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിൻ്റെ കൂടെ തന്നെയുണ്ട്, ജീവനോടെയുണ്ട്. ചന്ദ്രിക ഷോക്കായിട്ട് മേഘയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീയാണ് അവരുടെ മകളെന്ന് മനസ്സിലായിട്ടും അത് നിന്നോട് പറയാതെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് മാത്രം നിൽക്കുകയാണ് അവർ. ഞാനാണെങ്കിൽ എത്രയോ പ്രാവശ്യം ഈ സത്യം നിന്നോട് പറയാൻ അവരോട് യാചിച്ചു. പക്ഷേ അവരാ സത്യം എന്തോ മറച്ചു പിടിക്കുകയാണ്. നിന്നെ മകളെന്ന് പറയാൻ അവർ വല്ലാതെ മടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ആകെ ടെൻഷനായിട്ട് കൺഫ്യൂഷനോടെ ചോദിക്കുന്നുണ്ട്, മേഘ, നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്കാകെ തല ചുറ്റുന്ന പോലെ തോന്നുക. ഞാൻ പറയുന്നത് കുറച്ച് ക്ഷമയോടെ സമാധാനത്തോടെ കേൾക്ക്. നിന്നെ പ്രസവിച്ച നിൻ്റെ അമ്മയും നിൻ്റെ അച്ഛനും മറ്റാരുമല്ല, മഹേന്ദ്രനും ലക്ഷ്മിയുമാണ്. അത് കേട്ടതും ചന്ദ്രിക ശരിക്കും ഷോക്കായിട്ട് മേഘ ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിൽക്കുകയാണ്. പിന്നെ സ്വബോധത്തോടെ ആയിട്ട് അവൾ പറയുന്നുണ്ട്, വെറുതെ വെറുതെ പൊയ്ക്കോ മേഘേ, അവരെനിക്ക് പ്രസവിച്ച എൻ്റെ അച്ഛനും അമ്മയെ പോലെ തന്നെയാണ്, പക്ഷേ അവരെന്നെ പ്രസവിച്ച അമ്മയൊന്നും അല്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അല്ല, സത്യമാണ്, അവരാണ് നിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും. വീണ്ടും സങ്കടത്തോടെ ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ മേഘ ഈ പറയുന്നത്? ചന്ദ്രിക, ഇത് നീ വിശ്വസിക്കില്ല, പക്ഷെ ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. മേഘയെ തന്നെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മേലെ സത്യം ചെയ്ത് പറയാം, ഞാനാണേ സത്യം, നിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും മഹേന്ദ്രനും ലക്ഷ്മിയുമാണ്. ചന്ദ്രിക ഷോക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. അവൾക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും, അപ്പോൾ ഇവളാരാന്നുള്ളത് അല്ലേ? ഞാൻ ലക്ഷ്മി അമ്മയുടെ വയറ്റിലല്ല ജനിച്ചത്, ലക്ഷ്മി അമ്മയുടെ വയറ്റിൽ ജനിച്ചത് നീയാണ്. ചന്ദ്രികയുടെ കണ്ണുകൾ നിറഞ്ഞിട്ട് അവൾക്ക് കാഴ്ച കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ രണ്ടുപേരും ഒരേ ദിവസം ഒരേ നേരത്ത് ഒരേ ഹോസ്പിറ്റലിൽ ജനിച്ചവരാണ്. ആരോ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാറ്റിയതാണ്, അതിൽ വന്ന കുഴപ്പമാണ് ഇത്രയും. ചന്ദ്രികയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് വളരേണ്ട നീ കഷ്ടപ്പാടിൽ വളർന്നേ. എവിടെയോ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടിയിരുന്ന ഞാൻ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും വീട്ടിൽ എല്ലാ സന്തോഷവും സുഖസൗകര്യങ്ങളും അനുഭവിച്ച് അവരുടെ മകളായിട്ട് ജീവിച്ചു. ചന്ദ്രിക നിറഞ്ഞ കണ്ണുകളോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നീ അനുഭവിക്കേണ്ട സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത്. അത് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഈ സത്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, മഹേന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയും ഈ ഒരു സത്യം നിന്നോട് പറയാൻ വേണ്ടി വല്ലാതെ നാണക്കേട് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ സ്റ്റാറ്റസാണ്. ഒരു വേലക്കാരിയെ എടുത്തു വന്നിട്ട് അവളാണ് ഞങ്ങളുടെ മകളെന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിന് തോന്നുന്നില്ല. ചന്ദ്രിക ശരിക്കും ഞെട്ടിയിട്ട് മേഘയെ നോക്കുകയാണ്. അപ്പോൾ അതവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നിന്നെ വീട്ടിലൊരു വേലക്കാരിയാക്കിയിട്ട് അവരെപ്പോഴും വെച്ചിട്ടുള്ളത്. അവർ കാശിനെയും പണത്തിനെയും മതിക്കുന്ന രീതിയിൽ മനുഷ്യന്മാരുടെ ജീവനെ മതിക്കുന്നില്ല. അല്ലെങ്കിൽ നിന്നെ വിളിച്ചു വരുത്തിയിട്ട് ചന്ദ്രികയാണ് ഞങ്ങളുടെ മകളെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർക്ക് പറഞ്ഞുകൂടായിരുന്നോ? പക്ഷേ അവരങ്ങനെ ചെയ്യില്ല. ഇനി അങ്ങോട്ട് അവരങ്ങനെ ചെയ്യാൻ പോകുന്നുമില്ല. ചന്ദ്രിക ശരിക്കും തകർന്നിട്ടുണ്ടായിരുന്നു. അവൾ മേഘയോട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് സത്യം പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കെന്തോ തലയൊക്കെ ചുറ്റുന്ന പോലെ തോന്നുന്നു, എൻ്റെ ഹൃദയമൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ തോന്നുക. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പം മേഘ പറയുന്നുണ്ട്, മഹേന്ദ്രൻ അച്ഛൻ്റെ അടുത്ത് ചന്ദ്രികയാണ് നിങ്ങളുടെ മകളെന്നും അവളാണ് നിങ്ങളുടെ അടുത്ത തലമുറ എന്നൊക്കെ എല്ലാവരും കേൾക്കെ പറയുമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛൻ പറയുന്നത് അത് എന്നെക്കൊണ്ട് സാധിക്കില്ല, അങ്ങനെ പറഞ്ഞാൽ എൻ്റെ പ്രസ്റ്റീജ് എന്താവും എന്നൊക്കെയാണ് തിരിച്ചു ചോദിക്കുന്നത്. ചന്ദ്രിക സങ്കടത്തോടെ മേഘയെ നോക്കുന്ന സമയത്ത് മേഘ പറയുന്നുണ്ട്, മഹേന്ദ്രൻ അച്ഛൻ പറഞ്ഞത് ചന്ദ്രിക കാലങ്ങളോളം ഈ വീട്ടിൽ തന്നെ വേലക്കാരിയായിട്ട് നിന്നോട്ടെ, അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവൾക്ക് ചെയ്തു കൊടുത്തോളാം. അത് കേട്ടപ്പോൾ എനിക്കെന്തോ അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്ന് ഇത് നിന്നോട് പറഞ്ഞത്. അപ്പോൾ ചന്ദ്രിക വീണ്ടും സംശയത്തോടെ പറയാണ്, മേഘ, ഒരുപക്ഷെ ഞാനാണ് അവരുടെ മകളെന്നാണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ എന്നോട് പെരുമാറില്ല.
അത് കേട്ട് മേഘ പരിഹാസത്തോടെ പറയുന്നുണ്ട്, നീ അവരുടെ മേലെ വെച്ചിട്ടുള്ള ഈ വിശ്വാസത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. ഞാൻ പറയുന്നതാ സത്യം. ലക്ഷ്മിയും മഹേന്ദ്രനും നിന്റെ അമ്മയും അച്ഛനും ആണെങ്കിലും അവർക്ക് നീ മകളാണെന്ന് പറയുന്നത് നാണക്കേടാണ്. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ല, നീ തന്നെ പോയിട്ട് അവരോട് ചോദിച്ചു നോക്ക്, നീയാണോ അവരുടെ മകളെന്ന്. ആ സമയത്ത് അവർക്കുണ്ടാവുന്ന ആ ഒരു മാറ്റം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചന്ദ്രിക ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് മേഘ പറയുന്നുണ്ട്, ലോകത്തിൽ ആരും തന്നെ, മേലെ ഇരിക്കുന്ന ആരും തന്നെ അവരുടെ താഴെയുള്ള ആൾക്കാരെ അവർക്ക് മേലെ വരാൻ അനുവദിക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും അവർ തൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാ നിനക്കും സംഭവിച്ചത്. ഇനിയെങ്കിലും അത് നീ മനസ്സിലാക്കിക്കോ. ശരി, ഞാൻ അർച്ചന ചെയ്യാൻ പോവാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നീ വീട്ടിൽ പോയിട്ട് അവരോട് ചോദിച്ചോ. പക്ഷെ ഞാനാണ് പറഞ്ഞതെന്ന് അവരോട് രണ്ടുപേരോടും പറയരുത്. മേഘ അകത്തേക്ക് പോയ സമയത്ത് ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ആണോ എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും? എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലല്ലോ. മേഘ എന്തിന് എന്നോട് കള്ളം പറയണം? ഒരുപക്ഷെ മേഘ പറയുന്നത് സത്യമായിരിക്കുമോ? ചന്ദ്രികയുടെ മനസ്സിൽ ലക്ഷ്മിയും മഹേന്ദ്രനും കാണിക്കുന്ന ആ മുഴുവൻ സ്നേഹം ഒരു നിമിഷം കൊണ്ട് വരികയാണ്. അവളെ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായിരുന്ന ആ ഒരു വിഷമവും, അതുപോലെ കാർ ഓട്ടിക്കാൻ പഠിപ്പിച്ചതും, വീട്ടിൽ സാധനം വാങ്ങിക്കൊണ്ടു കൊടുത്തതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും, മലരിനോട് കാണിക്കുന്ന സ്നേഹം പോലും. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഇനി മേഘ പറയുന്നത് പോലെ എന്നെക്കാളും വലുതായിരിക്കുമോ, അതായത് പ്രസവിച്ച മകളെക്കാളും വലുതായിരിക്കും അവർക്ക് അവരുടെ സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസ് കാരണമായിരിക്കോ അവരെന്നെ മകളായിട്ട് അംഗീകരിക്കാത്തത്. മലരിനെയും കൂട്ടിയിട്ട് ചന്ദ്രിക തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ വണ്ടിയിലിരിക്കുന്ന ഓരോ നിമിഷവും അവൾ അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. അവർ തന്നെ ആയിരിക്കോ തൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ചന്ദ്രിക വല്ലാതെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.